ഈ ഒരാളുടെ ഹോർമോൺ ബാലൻസ് ഹോർമോൺ ബാലൻസ് ശരിക്കും പറഞ്ഞാൽ തെറ്റിക്കിടക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനും അല്ലെങ്കിൽ വീണ്ടും വരാനും ഉള്ള സാധ്യതയൊക്കെ കൂട്ടുന്നു എന്ന് പറയും. ഈ ഹോർമോൺ ബാലൻസ് കറക്റ്റ് ചെയ്യുന്നതാണോ ഈ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി? ഹോർമോൺ റീപ്ലേസ്മെന്റ് നമ്മൾ പറയുന്നത് എപ്പോഴും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാണ്. അപ്പം തൈറോയിഡിന് കുറവുണ്ട്, തൈറോയിഡ് കൊടുക്കുന്നത് ഹോർമോൺ റീപ്ലേസ്മെന്റ്. ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഹോർമോൺ റീപ്ലേസ്മെന്റ് ആണ്. യൂട്രസ് ഓവറി എടുത്തു കളഞ്ഞ് ആൾക്ക് പെട്ടെന്ന് യൂട്രസ് ഓവറിയും കൂടെ എടുത്തു കളഞ്ഞു വട്ടവർ കൂടുതലും ഇപ്പം ഈ ഫൈബ്രോയിഡിനും ജസ്റ്റ് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ വരുന്ന ബ്ലീഡിങ്ങിനുമാണ് അത് എടുത്തു കളയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഓവറി എന്തെങ്കിലും സിസ്റ്റം ഉണ്ടെങ്കിൽ ഓവറിയും കൂടെ എടുത്തു കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഹോർമോൺ ഈസ്ട്രജൻ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഹോട്ട് ഫ്ലഷ് അവർക്ക് താങ്ങാൻ പറ്റില്ല. ഇവൻ മെൻ്റലി പോലും അപ്സെറ്റായി ഡിപ്രഷനോ ആൻസൈറ്റിയും എല്ലാ കാര്യങ്ങളും കയറി വരും. അപ്പോൾ ഓവറിയും കൂടെ എടുത്തു കളയുന്ന യൂട്രസ് കഴിയുമ്പോഴേക്കും ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെന്റ്. പിന്നെ പ്രഗ്നൻസിയിലൊക്കെ നമ്മൾ റീപ്ലേസ്മെന്റിനേക്കാളും കൂടുതൽ പ്രൊജസ്ട്രോൺ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പ്രൊജസ്ട്രോൺ ഒരു പ്രഗ്നൻസിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ ആ എൻഡോമെട്രിയത്തിന്റെ ആ കറക്റ്റ് ഇന്റഗ്രിറ്റി നിലനിർത്താൻ വേണ്ട ഹോർമോണാണ്. ഈസ്ട്രജൻ കൂടി പലപ്പോഴും എൻഡോമെട്രിയൽ ക്യാൻസർ, യൂട്രൈൻ ക്യാൻസേഴ്സ് എല്ലാം ഉണ്ടാകുന്നത് ഈ പ്രത്യേകിച്ച് എൻഡോമെട്രിയൽ ക്യാൻസറോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സോ ഉണ്ടാകുന്നത് ഈ ഈസ്ട്രജൻ കൂടുകയും പ്രൊജസ്ട്രോണിന്റെ ആ ബാലൻസ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ബേസിക്കലി നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺ മുതലേ അവിടെ തെറ്റുകയാണ് ചെയ്യുന്നത്. ബ്രെയിനിൽ നിന്നുള്ള FSH LH മുതൽ LH കൂടാൻ തുടങ്ങും, പിന്നെ ഈസ്ട്രജൻ കൂടാൻ തുടങ്ങും, പ്രൊജസ്ട്രോൺ കുറയും. അപ്പം ഈ ഇംബാലൻസുകളാണ് പലപ്പോഴും ക്യാൻസറിലേക്ക് പോകുന്നത്. അതുണ്ടാക്കുന്ന ന്യൂട്രീഷണൽ അതുണ്ടാക്കുന്ന ജനറ്റിക് മ്യൂട്ടേഷൻസ് ആണ്. ഇതിനൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലെല്ലാം തെറ്റുകയാണല്ലോ. അപ്പോൾ ടോക്സിൻ ലെവൽ എയർ മുതൽ വാട്ടർ മുതൽ എല്ലാം പൊള്യൂഷൻ കൂടുകയാണ്. നമ്മുടെ ഫുഡ് പൊള്യൂഷൻ കൂടുകയാണ്. എന്തോരം കെമിക്കൽസാണ് നമ്മുടെ ഫുഡിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ഒരാൾക്ക് ജനറലി സേഫ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു ബ്രെഡ് മേടിച്ചാൽ അതിനകത്ത് ഇട്ടിരിക്കുന്ന കെമിക്കലുകളുടെ ലിസ്റ്റ് നോക്കിയാൽ ഒരു 10-15 എണ്ണം കാണും. അതുപോലെ നമ്മൾ ഈ കോസ്മെറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കണം, അതിൻ്റെ അകത്ത് ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, എല്ലാം കെമിക്കൽസാണ്. അതൊന്ന് വായിച്ചു നോക്കിയാൽ പലപ്പോഴും അതൊക്കെ വായിക്കാൻ എല്ലാവരും റെഡി ആവണം. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.